വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നുവെന്നും അന്ത്യനാളുകളിൽ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്നും കർത്താവിങ്കിലേക്ക് തിരിയുന്നവർക്ക് മാത്രം നിത്യരക്ഷ എന്നും വ്യക്തമാക്കുന്ന വേദഭാഗമാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും: രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വം ഭയാനകമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുവീടുകളെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കയാൽ താൻ അനുഭവിക്കുന്ന നിഷ്ഠൂര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നതിനായി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും അങ്ങേ കോപത്തെ നീക്കി അരുളണമേ. ആമേൻ.